കേരളത്തിലെ RSS-BJP ഘടകങ്ങൾ സമഗ്രവും അടിസ്ഥാനപരവുമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വേണ്ടത്ര ശ്രദ്ധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നത് സംശയമാണ്. കേരള RSS ഘടകം അഖില ഭാരതീയ നേതൃത്വം രണ്ടായി വിഭജിക്കുകയും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ ചേർത്ത് ഉത്തരപ്രാന്തം, അതായത് വടക്കൻ ഘടകവും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ചേർത്തിട്ട് ദക്ഷിണ പ്രാന്തം, അതായത് ദക്ഷിണ കേരള ഘടകവും രൂപീകരിച്ചു. അതുപോലെ കേരളത്തിലെ BJPയുടെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥിരമുഖങ്ങൾ വളരെ കുറവാണ്. സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ കേരളത്തിലെ BJPക്ക് സംഭവിച്ചിരിക്കുന്ന, അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിന് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അതിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. എന്താണിതെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഹരികുമാർ. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ആദ്യം കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കാം. കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പട്ടിക എടുത്താൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 7 എണ്ണത്തിലെ സ്ഥാനാർത്ഥികൾ BJPയുടെ താഴെത്തട്ടിൽ നിന്നോ അതല്ലെങ്കിൽ ABVP RSS ശാഖകളിലൂടെ ഒന്നും വന്നവരല്ല. അവരൊക്കെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥിയായ ജനസ്വാധീനമുള്ള വ്യക്തികളാണ്. ഉദാഹരണത്തിന് കണ്ണൂർ BJP സ്ഥാനാർത്ഥിയായ രഘുനാഥ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയത്. അതുപോലെ ആലത്തൂർ സ്ഥാനാർത്ഥിയായ പ്രൊഫസർ സരസു, അവർ കോളേജ് അധ്യാപികയും വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലുമൊക്കെയായ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൃശ്ശൂർ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ നിന്നും മത്സരിക്കുന്ന സുരേഷ് ഗോപി. അദ്ദേഹം മുൻകാലങ്ങളിൽ K. കരുണാകരനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതിനു മുമ്പ് വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ SFIക്കാരനായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എറണാകുളം സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ, അദ്ദേഹം ഡോക്ടർ രാധാകൃഷ്ണൻ, KS രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ ആളാണ്. അദ്ദേഹം കോൺഗ്രസ്സിലൊരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ ശോഭിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നീട് കൊല്ലം സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്. തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആദ്യം ജനതാദൾ രാഷ്ട്രീയം തുടങ്ങി പിന്നീട് BJPയിൽ എത്തപ്പെടുകയും കേന്ദ്രമന്ത്രിയായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നിലവിലുള്ള നേതാക്കന്മാരെ കണ്ടുമടുത്ത മുഖങ്ങളെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിലൂടെ BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചന BJP എന്ന പ്രസ്ഥാനം കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിലൂടെ മാത്രം സാധ്യമാവില്ല എന്ന തിരിച്ചറിവാണ്. സ്വന്തമായി പാർട്ടി വോട്ടിന് പുറമെ സ്വന്തമായി വോട്ട് കൂടി സമാഹരിക്കാനുള്ള ശേഷിയുള്ള വ്യക്തികളെയാണ് അവർ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ. ഇത് കാണിക്കുന്നത് പുതിയ ജനവിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ പഴയ നേതാക്കന്മാർ പരിഭവിച്ചിട്ട് കാര്യമില്ല എന്നുമാണ്. ഈ ഒരു പരിഭവമാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ CK പത്മനാഭൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടന വേളയിൽ പ്രകടിപ്പിച്ചത്. കോൺഗ്രസിൽ നിന്നും ഈ അടുത്ത കാലത്ത് BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലാണ് അവിടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൽ അല്പം നീരസം പ്രകടിപ്പിച്ച് ശ്രീ പത്മനാഭൻ നിലവിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേൽക്കാതിരിക്കുകയും പിന്നീട് മാധ്യമപ്രവർത്തകരോട് തൻ്റെ ആശങ്കകൾ ചെറിയ രീതിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ആശങ്കയാണെന്ന് തോന്നുന്നില്ല. BJPയിലെ പല മുതിർന്ന നേതാക്കളുടെയും ശബ്ദമായിരിക്കാം അദ്ദേഹത്തിലൂടെ പുറത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതിനോട് വിയോജിക്കാതിരിക്കാൻ തരമില്ല. അദ്ദേഹം പറഞ്ഞു, BJPയിൽ നിന്നിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് എത്തപ്പെടുന്നവരോടൊപ്പം അവരുടെ നിഴല് പോലും കാണില്ല എന്ന്. അതായത് ഇവർക്കാർക്കും ജനസ്വാധീനമില്ല. അവർക്ക് ആവശ്യമുള്ളത് അവരുടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് നേടിയെടുത്ത് കിട്ടാതായപ്പോൾ അവർ കൂടുവിട്ട് കൂടുമാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ അടങ്ങിയിരിക്കുന്ന വ്യംഗ്യം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ശ്രീ പത്മനാഭൻ്റെ ജനസ്വാധീനത്തെക്കുറിച്ചുകൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിന് ഏറ്റവും ഉചിതമായ ഉദാഹരണം 2005 തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ
ശ്രീ പത്മനാഭൻ്റെ പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത് 2005 ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഏതാണ്ട് 36,000 വോട്ടാണ്. അതിന് മുൻ വർഷം, അതായത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഒ രാജഗോപാലാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 2,26,000 വോട്ടാണ്. ഒരു വർഷത്തിനുള്ളിൽ ശ്രീ പത്മനാഭൻ അത് 36,000 കുറച്ചു. ഇതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിനെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. BJPയുടെ പല നേതാക്കന്മാരും അഭിപ്രായപ്പെടുന്നത് അവർ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു, അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിയേ തീരൂ, അത് പ്രതിഫലം കിട്ടാറാകുമ്പോഴേക്കും അത് മറ്റൊരാൾ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ പാടില്ല, മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ട് പോകാൻ പാടില്ല. പക്ഷേ ഈ പറയുന്നതിൽ അത്ര സത്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവരൊക്കെ നിരവധി തവണ ഇലക്ഷനിൽ മത്സരിക്കുകയും ഇവരൊന്നും തന്നെ ഇവർക്ക് ജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല വോട്ട് പോലും വർദ്ധിപ്പിക്കുന്നതിൽ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തികൾക്കൊക്കെ തന്നെ, BJPയുടെ മുൻകാല നേതാക്കന്മാരൊക്കെ തന്നെ പാർട്ടിയിലൂടെ നേട്ടങ്ങൾ കൊയ്തവരുമാണ്. കേന്ദ്രമന്ത്രിമാരായവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ MP മാരായവരുണ്ട്, ഗവർണർമാരായവരുണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം മിക്കവാറും എല്ലാ കേരള സംസ്ഥാന നേതൃത്വത്തിലിരുന്ന എല്ലാ പ്രമുഖരായ BJP നേതാക്കന്മാരും കേന്ദ്ര സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിലെങ്കിലും, ഉദാഹരണത്തിന് കൊച്ചിൻ ഷിപ്പ്യാർഡാകാം, മദ്രാസ് റിഫൈനറി ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള റെയിൽവേ ബോർഡിൻ്റെ ചില സ്ഥാനമാനങ്ങളാവാം, ഇതൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ഒന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി സത്യം വാസ്തവം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പുതിയ മുഖങ്ങളിലൂടെ പുതിയ ജനസമൂഹങ്ങളിലേക്ക് എത്തപ്പെടുകയും അവരിലൂടെ അവരുടെ വോട്ട് ലഭിച്ച് അധികാരത്തിലെത്തുകയും ചെയ്യുക എന്ന തന്ത്രമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിന് വളരെ വ്യക്തമായ സൂചനയാണ് ഈ ലോക്സഭാ ഇലക്ഷനിലെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ പഴയകാലത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ കുറച്ച് നേതാക്കന്മാർ മണ്ഡലം മാറി മാറി മത്സരിക്കുക എന്നുള്ള ഒരേ സമീപനമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഒരേ ഒരു പേരായിരുന്നു ഒ രാജഗോപാൽ. അദ്ദേഹം ഒരിക്കൽ ജയിച്ചു എന്നുള്ളതും മറക്കുന്നില്ല. പക്ഷേ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ജയസാധ്യതയുള്ള നിരവധി നേതാക്കന്മാർ ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇതായിരിക്കണം കേന്ദ്ര നേതൃത്വം ഇപ്രാവശ്യം മാറി ചിന്തിച്ചതെന്ന് മനസ്സിലാക്കാം. ഇനി RSS കേരള ഘടകത്തിൻ്റെ വിഭജനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. കേരളത്തിലെ RSS ശാഖകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചെന്നും അതുമൂലം ഒറ്റ സംസ്ഥാന ഘടകമായി ഇനി നിൽക്കേണ്ട കാര്യമില്ല, 2 ഘടകങ്ങളാക്കാൻ തീരുമാനിച്ചു എന്നാണ് മിക്ക മാധ്യമങ്ങളും, പ്രത്യേകിച്ച് RSSനെയും BJPയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറമുള്ള മറ്റൊരു ചില വസ്തുതകളിലൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ BJPയുടെ മുഖം RSS ആണ്. BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും BJPയുടെ സംഘടനാ പ്രവർത്തനത്തിലും ഒക്കെ തന്നെ വളരെ പ്രത്യക്ഷമായ പ്രവർത്തനവും പങ്കുമാണ് കേരളത്തിലെ RSS വഹിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ BJP സ്വന്തം കാലിലല്ല നിൽക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനങ്ങൾ പോലും എടുത്താൽ അവിടെ BJP എന്ന പ്രസ്ഥാനം RSS ഹൈന്ദവ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സാമൂഹിക സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BJP വളർന്ന് പക്വമായ നിലയിലെത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഇന്നും അത് സംഭവിക്കാതെ RSSൻ്റെ നിഴലിലുള്ള പ്രസ്ഥാനമാണ് ഇന്നും കേരളത്തിൽ BJP. ഇതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും BJPയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുന്നതിനും ആവശ്യമുള്ളപ്പോൾ മാത്രം അവർക്ക് സഹായം ചെയ്യുന്ന രീതിയിലേക്ക് RSSൻ്റെ സഹായം പരിമിതപ്പെടുത്തുന്നതുമായ ഒരു പ്രവർത്തന ശൈലിയിലേക്കാണ് ഇനി കേരളത്തിൽ RSS BJP പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകേണ്ടതെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നടന്ന ഈ മാറ്റങ്ങൾ. 2 ഘടകങ്ങളായി വിഭജിക്കപ്പെട്ട കേരള RSS ഇനിമേൽ
പഴയ രീതിയിൽ ബി ജെ പിയുടെ മേൽ സമ്മർദ്ദമോ അല്ലെങ്കിൽ സ്വാധീനമോ ചെലുത്താനിടയില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ RSSൻ്റെ അണികൾ വളരെ പ്രത്യക്ഷമായ രീതിയിലോ ബി ജെ പിയുടെ അണികളേക്കാൾ ഊർജ്ജസ്വലരായിട്ടോ ഒന്നും ഇന്ന് പ്രവർത്തന രംഗത്തില്ല. അവർ ആവശ്യമുള്ള സഹായം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളിലെ ചില വിഭാഗങ്ങളിലേക്കെങ്കിലും എത്തപ്പെടാനും അവരുടെ വോട്ട് ബി ജെ പിക്ക് സമാഹരിക്കാനും പറ്റും. അങ്ങനെ അതിലൂടെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ബി ജെ പിയുടെ RSSൻ്റെയും കേന്ദ്ര നേതൃത്വങ്ങൾ കരുതുന്നത് എന്ന് തോന്നുന്നു. ഇത് യാഥാർത്ഥ്യമാകുമോ എന്നത് ഇലക്ഷന് ശേഷം നമുക്ക് കാണാം. പുതിയൊരു വിഷയമായി അടുത്ത തവണ കാണും വരെ നമസ്കാരം.